ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ എല്ലാവർക്കും ഡെയിലി ബൂസ്റ്ററിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഡേറ്റ് ഒക്കെ വന്നതറിഞ്ഞല്ലോ അല്ലേ? എൽ പി യു പി എക്സാം എന്നാണ് ജൂലൈ 6-ന്. അതേപോലെ എൽ പി ആണെങ്കിൽ ജൂലൈ 20. പിന്നെ എൽ ഡി സി നമ്മുടെ എന്നാണ് ജൂലൈ 27-ന് ട്രിവാൻഡ്രത്ത് നിന്ന് തുടങ്ങുവാണ്. അതേപോലെ ജൂലൈ 30-ആണ് ഗാന്ധി ബോർഡ് എൽ ഡി സിയുടെ മെയിൻസ് വരുന്നത്. അപ്പോൾ എല്ലാവരും നല്ല കട്ടയ്ക്ക് പഠിച്ച് തുടങ്ങിക്കോ. ഇനിയും തുടങ്ങാത്തവർക്കൊക്കെ എന്താ, ഇനിയിപ്പോൾ മിക്കവരും എന്താ ബാക്കി ടോപ്പിക്കുകളൊക്കെ നോക്കിയിട്ട് ഇംഗ്ലീഷും മലയാളമൊക്കെ ലാസ്റ്റത്തേക്ക് പഠിക്കാമെന്ന് വെച്ചിരിക്കുമായിരിക്കും. ഇനി അതൊക്കെ മാറ്റി വയ്ക്കുക. എന്താ കുറേശ്ശെ പഠിച്ച് പോകുക. അപ്പം നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫൈൻഡ് ഔട്ട് ദ വേർഡ് വിച്ച് ഈസ് നോട്ട് ദ സിനോണിം ഫോർ ഇറാഡിക്കേറ്റ്. ഇറാഡിക്കേറ്റിൻ്റെ സിനോണിം അല്ലാത്തത്, നമ്മളെപ്പോഴും മലയാളത്തിൽ ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. പര്യായ പദം അല്ലാത്ത പദം ഏത്? അതേപോലെ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? സിനോണിം. ഇറാഡിക്കേറ്റിൻ്റെ സിനോണിം അല്ലാത്തത്. ഇറാഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? എന്താ ഇറാഡിക്കേറ്റ്? ഡിസ്ട്രോയ് ചെയ്യുക, അതായത് എന്താണ്? ഉന്മൂലനം, നശിപ്പിച്ച് കളയാന്നൊക്കെ പറയത്തില്ലേ? അപ്പോൾ എന്താ? ഉന്മൂലനം ചെയ്യുക, അതാണ് ഇറാഡിക്കേറ്റിൻ്റെ മീനിങ്. എക്സ്റ്റെർമിനേറ്റ് എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ് വരുന്നത്. ഉന്മൂലനം ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക, അതേ സെയിം മീനിങ് തന്നെയല്ലേ. ഡിസ്ട്രോയ് ചെയ്യുക, എന്ത് ചെയ്യുക? നശിപ്പിക്കുക. അപ്പോൾ എന്താണ് ഇവിടെ അല്ലാണ്ട് വരുന്നത്? എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണക്കാക്കുക. സോ ഇറാഡിക്കേറ്റിൻ്റെ സിനോണിംസ് അപ്പോൾ നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും? എക്സ്റ്റെർമിനേറ്റ്, എലിമിനേറ്റ്, ഡിസ്ട്രോയ്. ഇതെല്ലാം നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ ഒരു 3 വേർഡ്സും പഠിച്ചു വയ്ക്കുക. ഏതൊക്കെയാണ്? എക്സ്റ്റെർമിനേറ്റ്, എലിമിനേറ്റ്, ഡിസ്ട്രോയ്. ഇത് 3-മാണ് എന്തിൻ്റെ സിനോണിംസ് ആയിട്ട് വരുന്നത്? ഇറാഡിക്കേറ്റിൻ്റെ സിനോണിംസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫൈൻഡ് വിച്ച് ഈസ് ദ ആൻറ്റോണിം. ഓപ്പോസിറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദൂരെ. അതിൻ്റെ ആൻറ്റോണിമാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? നിയറാണ്. കാര്യം നിയർ എന്ന് പറഞ്ഞാൽ എന്താ? അടുത്ത്. സോ ഫാർ എന്താണ്? ദൂരെ. എവേ എന്താണ്? അതും ദൂരെ. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് നമുക്ക് വലിയ കുഴപ്പമുള്ള ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻ്റ്, ദൂരെ എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? അടുത്ത് എന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ ഇഡിയം എ ഹാർഡ് നട്ട് ടു ക്രാക്ക്. അതെന്താണ്? ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്ന് പറയുന്ന ഇഡിയമിൻ്റെ മീനിങ്ങാണ് ചോദിച്ചിരിക്കുന്നത്. ഹാർഡ് നട്ട്, അതായത് എന്താണ്? ആ നട്ട് നമുക്ക് എന്താ? ക്രാക്ക് ചെയ്യാൻ, പൊട്ടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത്. എ നട്ട് വിത്ത് ഹാർഡ് ഷെൽ, അതാണോ? ഇതൊരു ഇഡിയമാണല്ലേ. അപ്പോൾ എന്തായിരിക്കും? ഇതല്ല. എ ഹാർഡ് നട്ട് വിത്ത് ക്രാക്സ്, അതുമല്ല. എ നട്ട് വിത്ത് ക്രാക്ക്ഡ് ഷെൽ, അതല്ല. എ ഡിഫിക്കൽട്ട് പ്രോബ്ലം വിച്ച് നീഡ്സ് മച്ച് എഫേർട്ട് ടു സോൾവ്, അതായത് എന്താണ്? ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം അല്ലേ, നമുക്ക് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യത്തെ പറയുന്നൊരു പേരാണ് എന്താ? എ ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതേപോലെയാണെങ്കിൽ ബി ഇൻ ദ ബെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ഇൻ ദ ബെഡ് അല്ല, ബി ഇൻ ദ റെഡ്. ബി ഇൻ ദ റെഡ് എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ്, നമ്മൾ കടത്തിലാകുക എന്നൊക്കെ പറയത്തില്ല, അതന്നെയാണ് നമ്മൾ ബി ഇൻ ദ റെഡ് എന്ന് പറയുന്നത്. എന്താണ് സിപ്പ് യുവർ ലിപ്പ് എന്ന് പറഞ്ഞാൽ? സിപ്പ് യുവർ ലിപ്പ്, യുവർ ലിപ്പ് എന്താണ്? മിണ്ടാതിരിക്കാൻ പറയില്ലേ? അത് തന്നെ. ബി സൈലൻറ്റ്. നമ്മൾ ഏറ്റവും വലിയ കൂടുതൽ നമ്മളൊരു ഇമോജി ഉപയോഗിക്കത്തില്ലേ? ഇങ്ങനെ ഒരു വട്ടവും അതിന് നടുക്ക് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് മിണ്ടാതിരിക്കാനായിട്ട്. ബി സിപ്പ് യുവർ ലിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ മീനിങ്? ബി സൈലൻറ്റ്. ഔട്ട് ആൻഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ്ലി. ഇതാണ് ഔട്ട് ആൻഡ് ഔട്ടിൻ്റെ മീനിങ്. എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലി എന്ന് പറയത്തില്ലേ? അപ്പോൾ എന്താണ് ഔട്ട് ആൻഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട് ആൻഡ് ഔട്ട്, അതിൻ്റെ മീനിങ് ആണ് കംപ്ലീറ്റ്ലി. ബി ഇൻ ദ റെഡ് ആണെങ്കിൽ ഡെപ്റ്റ് ആണ്. സിപ്പ് യുവർ ലിപ്പ് എന്ന് പറഞ്ഞാൽ ബി സൈലൻറ്റ്. ഔട്ട് ആൻഡ് ഔട്ട് കംപ്ലീറ്റ്ലി. എ ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്ന് പറഞ്ഞാൽ എ ഡിഫിക്കൽട്ട് പ്രോബ്ലം വിച്ച് നീഡ്സ് മച്ച് എഫേർട്ട് ടു സോൾവ്. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് പ്ലൂറൽ ഫോം. ഇവിടെ ഒരു എസ് ഉണ്ട്, ഇവിടെയും ഒരു എസ് ഉണ്ട്. ബ്രദേഴ്സ് ഇൻ ലോ, ബ്രദർ ഇൻ ലോസ്, നൺ ഓഫ് ദീസ്. ഏതായിരിക്കും ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്? ബ്രദേഴ്സ് ഇൻ ലോ. ഇവിടെ നമുക്ക് ഇതിന് മാത്രമാണ് പ്ലൂറലാക്കി കൊടുക്കേണ്ടത്, ഇവിടെ വേണ്ട. സോ ആൻസർ ഏതാണ്? ബ്രദേഴ്സ് ഇൻ ലോ ആണ്. എങ്കിലും നമുക്ക് ഇങ്ങനെ ചോദിക്കാം, വുമൻ സെർവൻറ്റിൻ്റെ പ്ലൂറൽ എന്തായിരിക്കും? വുമൻ്റെ പ്ലൂറൽ എപ്പോഴും വുമൻ ആണ് അല്ലേ? വിമൻ സെർവൻ്റ് എന്ന് പറയും. അതല്ലാണ്ട് ഇവിടെ എസ് വേണ്ട. അതേപോലെ വേറൊരെണ്ണം വരുന്നതാണ് മെയ്ഡ് സെർവൻ്റ് ആണെങ്കിൽ നമുക്കിവിടെ വരേണ്ടത് എങ്ങനെയാണ്? മെയ്ഡ് സെർവൻസ് എന്നാണ് വരുന്നത്. ഇവിടെയാണ് എസ് വരുന്നത്, ഇവിടെയാണ് ചേഞ്ച് വരുന്നത്. എ എന്നുള്ളത് ഇ ആയി മാറും, ഇവിടെ സെർവൻ്റ് എന്നുള്ളത് സെർവൻസ് ആയിട്ട് മാറും. അതേപോലെ മാൻ സെർവൻ്റ് ആണെങ്കിൽ അതെന്തായിരിക്കും വരുന്നത്? മെൻ സെർവൻ്റ് എന്നായിട്ട് മാറും.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ദ വേർഡ് വിത്ത് കറക്റ്റ് സ്പെല്ലിംഗ്. കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡയേറിയ ഇതെല്ലാവരും പഠിച്ചു വെച്ചോളാം കേട്ടോ. DIARRHOEA ഇതാണ് ഡയേറിയയുടെ സ്പെല്ലിങ്. DIARRHOEA ആണ് ഡയേറിയയുടെ സ്പെല്ലിങ്. ഇതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ എല്ലാം സെയിം ആയിട്ട് തോന്നും, പക്ഷേ എന്താണ് DIARRHOEA. ഉണ്ട്, ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു എയും ഇയും മാത്രമാണ് വ്യത്യാസം. അപ്പോൾ എന്താണ് DIARRHOEA. പാരലൽ എന്നെങ്ങനെ എഴുതുന്നത്? പാരലൽ ഇതാണ് കറക്റ്റ് ആൻസർ. അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ എഴുതും, പാരൽ ഇങ്ങനെ എഴുതി വയ്ക്കും. ഇതല്ല, എവിടെയാണ് നടുക്കാണ് 2 L വരുന്നത്, പാരലൽ. അതേപോലെ പിന്നെ എന്താണ് റെക്കമെൻറ്റഡ് എങ്ങനെ എഴുതുന്നത്? RECOMMEND. റെക്ക ഡബിൾ എം ഉണ്ട്, പിന്നെ ഒരു എൻഡ് ഉണ്ട്, റെക്കമെൻഡ്. ചിലവർ ഒരു എം എഴുതുള്ളൂ. ഇവിടെ എന്താ വേണ്ടത്? RECOMMEND ആണ് റെക്കമെൻഡ്. അതേപോലെ ബിഗിനിങ് നമ്മളെല്ലാവരും എഴുതുന്നത് ഇങ്ങനെയായിരിക്കും, ബിഗിനിങ് എന്ന് എഴുതി വയ്ക്കും. ശരിക്കും ഇങ്ങനെയല്ല ബിഗിനിങ്. ബിഗിനിങ് ഇങ്ങനെ എഴുതേണ്ടത് BGIN, പിന്നെന്താണ് NING. ഇതാണ് ബിഗിനിങ്ങിൻ്റെ സ്പെല്ലിംഗ്. ഇവിടെ 2 N ഉണ്ട്, ബിഗിനിങ് BIGIN, ബിഗിൻ എഴുതുക, പിന്നെ എന്താണ് ഒരു NING എഴുതുക. ഇതാണ് ബിഗിനിങ്ങിൻ്റെ സ്പെല്ലിങ്. നെക്സ്റ്റ് മലയാളമാണ്. ആനന്ദ് എന്ന തൂലികാ നാമത്തിൻ്റെ ഉടമ. നാമത്തിൽ ഉടമയല്ല, നാമത്തിൻ്റെ ഉടമ. ആനന്ദ് എന്നറിയപ്പെടുന്ന ആരാണ്? സച്ചിദാനന്ദൻ. സച്ചിദാനന്ദനെയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്? ആനന്ദ്. എങ്കിൽ പ്രഭ എന്ന തൂലികാ നാമത്തിൽ എഴുതിയിരിക്കുന്ന ഒരു പ്രശസ്തനായ എഴുത്തുകാരനുണ്ട്. അതാരാണ്? നമ്മുടെ ബഷീർ. ബഷീറാണ് എന്തെഴുതിയിരിക്കുന്നത്? പ്രഭ എന്ന തൂലികാ നാമത്തിൽ എഴുതിയിരിക്കുന്നത്. അതേപോലെ കോവിലൻ. കോവിലൻ ആരാണ്? കോവിലനാണ് VV അയ്യപ്പനാണ് കോവിലൻ. VV അയ്യപ്പനാണ് കോവിലൻ. അഭയദേവ്. ആരാണ് അഭയദേവ്? KK അയ്യപ്പൻ പിള്ള. തിരിഞ്ഞു പോകരുത്, മറ്റേത് VV അയ്യപ്പനാണ് കോവിലൻ. ഇത് ആരാണ്? അഭയദേവ് ആരാണ്? KK അയ്യപ്പൻ പിള്ള. കാനം എന്ന തൂലികാനാമത്തിൽ എഴുതിയിരുന്ന ആരാണ്? EJ ഫിലിപ്പാണ് കാനം എന്ന തൂലികാനാമത്തിൽ അറിയുന്നത്. അപ്പോൾ പ്രഭ എന്ന തൂലികാനാമത്തിൽ ബഷീർ, കോവിലനാണെങ്കിൽ VV അയ്യപ്പൻ, അഭയദേവാണെങ്കിൽ KK അയ്യപ്പൻ പിള്ള, കാനമാണെങ്കിൽ EJ ഫിലിപ്പ്, ആനന്ദാണെങ്കിൽ സച്ചിദാനന്ദൻ. അള്ളാപ്പിച്ച മൊല്ലാക്ക ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഈ അള്ളാപ്പിച്ച മൊല്ലാക്ക ഇങ്ങനത്തെ പേരൊക്കെ കാണുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ബഷീറിൻ്റെ കൃതികളിലേക്ക് പോകും അല്ലേ? പക്ഷേ ഇത് ആരുടെയാണ്? അള്ളാപ്പിച്ച മൊല്ലാക്ക എന്നത് ഖസാക്കിൻ്റെ ഇതിഹാസം, OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ ഒരു കഥാപാത്രമാണ് അള്ളാപ്പിച്ച മൊല്ലാക്ക. അതേപോലെ അതിലെ മറ്റു കഥാപാത്രങ്ങളാണ് ആര്? രവി, അപ്പുക്കിളി. ഇതൊക്കെ ഏതിലെ കഥാപാത്രമാണ്? ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ കഥാപാത്രങ്ങളാണ്. ബാല്യകാലസഖിയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? അത് മജീദും സുഹറയും. മജീദിൻ്റെയും സുഹറയുടെയും പ്രണയമല്ലേ നമ്മുടെ ബാല്യകാലസഖി. അപ്പോൾ മജീദും സുഹറയും. അറബിപ്പൊന്ന ബാല്യകാലസഖി എഴുതിയത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. അതറിയാമല്ലോ അല്ലേ? ബഷീർ. അറബിപ്പൊന്നിലെ പ്രധാന കഥാപാത്രമാണ് ആരാണ്? കോയ. ഈ അറബിപ്പൊന്നിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ആരൊക്കെ ചേർന്ന് എഴുതിയെന്നറിയാവോ? നമ്മുടെ MT യും NP മുഹമ്മദ് 2 പേര് ചേർന്ന് എഴുതിയൊരു കൃതിയാണ് അറബിപ്പൊന്ന്. ആരൊക്കെയാണ്? നമ്മുടെ MT വാസുദേവൻ നായരും അതേപോലെ NP മുഹമ്മദും ചേർന്ന് എഴുതിയ കൃതിയാണ് അറബിപ്പൊന്ന്. അതിലെ പ്രധാന കഥാപാത്രമാണ് ആര്? കോയ. സുന്ദരികളും സുന്ദരന്മാരും ആരുടെയാണത്? ഉറൂബിൻ്റെ കൃതിയാണ് സുന്ദരികളും സുന്ദരന്മാരും. ഇതിലെ കഥാപാത്രമാണ് ഇരുമ്പൻ ഗോവിന്ദൻ നായർ. ആരാണ്? ഇരുമ്പൻ ഗോവിന്ദൻ നായർ. ചോദിക്കാം, ഇരുമ്പൻ ഗോവിന്ദൻ നായർ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? അല്ലെങ്കിൽ ആരുടെ സൃഷ്ടിയാണെന്ന് ചോദിക്കാം. അപ്പോൾ ആരാണത്? ഉറൂബാണ്. ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതിയിലെ കഥാപാത്രമാണ് ഇരുമ്പൻ ഗോവിന്ദൻ നായർ. MT യും NP മുഹമ്മദും ചേർന്ന് എഴുതിയ കൃതി ഏതെന്ന് ചോദിക്കാം. ഏതാണ്? അറബിപ്പൊന്നാണ്. അറബിപ്പൊന്നിലെ പ്രധാന കഥാപാത്രം ആരാണ്? കോയയാണ്. ഖസാക്കിൻ്റെ ഇതിഹാസം, അള്ളാപ്പിച്ച മൊല്ലാക്ക, രവി, അപ്പുക്കിളി ഇതൊക്കെ വരും. അതേപോലെ ബാല്യകാലസഖി ആരൊക്കെയാണ്? മജീദും സുഹറയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. നിനദം എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? അർത്ഥം എന്താണ്? നിനദം എന്നാൽ എന്താണ്? നാദമാണ്. എങ്കിൽ നിധം എന്താ? നിധം എന്നാൽ എന്താണ്? വിഷം. അതേപോലെ മയൂഖം എന്താ?
മയൂകം എന്ന് പറഞ്ഞാൽ സൂര്യരശ്മിയെ പറയുന്ന പേരാണ് മയൂകം. അപ്പം മയൂരം എന്താ? മയൂരം എന്നാൽ മയിലാണ്. ഇനൻ എന്താ? ഇനൻ നമ്മൾ കുഞ്ഞിലേ മുതൽ പഠിക്കുന്നതാണ്, സൂര്യൻ. എങ്കിൽ ഇഗലർ എന്താ? ഇഗലർ എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ പറയുന്ന പേരാണ് ഇഗലർ. ഇനൻ സൂര്യൻ. നിനദം നാദമാണെങ്കിൽ നിതം എന്താണ്? വിഷമാണ്. മയൂകം സൂര്യരശ്മി, മയൂരം എന്നാൽ മയിലാണ്. ഓക്കെ. ധനം എന്ന പദത്തിൻ്റെ വിപരീതം, ധനം എന്നതിൻ്റെ വിപരീതം. ദാരിദ്ര്യം, അധനം, സ്വാപതേയ, ഋണം. ധനം എന്നാൽ ധനവാൻ, ഋണം എന്നാൽ എന്താണ്? ധനം എന്ന് പറഞ്ഞാൽ പണമുള്ളത്. അപ്പോൾ എന്തായിരിക്കും? കടമായിരിക്കും. അപ്പോൾ എന്താണ്? ഋണമാണ് ആൻസർ വരുന്നത്. ധനത്തിൻ്റെ ഓപ്പോസിറ്റാണ് ഋണം. പഠിച്ചു വെച്ചോ, ആവശ്യം വരും. അതേപോലെ രവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒച്ചപ്പാടും ബഹളവും കൂക്കിവിളി, അതിനെയൊക്കെയാണ് രവം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? നീരവം, നിശബ്ദമായത്. അതേപോലെ പുലരി, ഓപ്പോസിറ്റ് എന്താണ്? അന്തി. നാഗം എന്താണ്? നമ്മുടെ സ്വർഗം. അപ്പോൾ ഓപ്പോസിറ്റ് എന്തായിരിക്കും? നരകം. ധനം ഋണം, രവം നീരവം, പുലരി അന്തി, നാഗം നരകം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. സമാനമായ പഴഞ്ചൊല്ല് എന്താണെന്ന്. ഇതിന് സമാനമായിട്ടുള്ള പഴഞ്ചൊല്ല് എന്താണ്? ഇക്കരെ നിന്നാൽ അക്കരെ പച്ച, നിറകുടം തുളമ്പില്ല, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല, പൊന്നിൻ കുടത്തിന് പൊട്ടുവേണ്ട. ഏതാണ്? മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. പൊന്നിൻ കുടത്തിന് പൊട്ട് വേണ്ട, അങ്ങനെ പറയുന്നത് എന്താണ്? ഗുഡ് വൈൻ നീഡ്സ് നോ ബുഷ്. ഗുഡ് വൈൻ നീഡ്സ് നോ ബുഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊന്നിൻ കുടത്തിന് പൊട്ട് വേണ്ട. കുറച്ച് നോക്കാം നമുക്ക് എന്തൊക്കെയുണ്ടെന്ന്. എ ക്രൈയിങ് ചൈൽഡ് ഗെറ്റ്സ് മിൽക്ക്. എന്താണ്? കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. ടിറ്റ് ഫോർ ടാറ്റ്. എന്താണ്? ഉരുളയ്ക്കുപ്പേരി എന്ന് പറയും. ഇപ്പം നമ്മൾ പറഞ്ഞു ഗുഡ് വൈൻ നീഡ്സ് നോ ബുഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊന്നിൻ കുടത്തിന് പൊട്ട് വേണ്ട. നമുക്കറിയാലോ. ഇവിടെ എന്താണ്? എ ക്രൈയിങ് ചൈൽഡ് ഗെറ്റ്സ് മിൽക്ക്. എന്താണ്? കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. ലുക്ക് ബിഫോർ യു ലീപ്പ്. എന്താണ്? ഇരുന്നിട്ടേ എന്ത് ചെയ്യാവുള്ളൂ? നമ്മൾ ഇരുന്നിട്ടേ കാൽ നീട്ടാവൂ. അതിൻ്റെ ട്രാൻസ്ലേഷൻ വരുന്നത് എങ്ങനെയാണ്? ഇരുന്നിട്ടേ കാൽ നീട്ടാവൂ. ലുക്ക് ബിഫോർ യു ലീപ്പ്. എ ക്രൈയിങ് ചൈൽഡ് ഗെറ്റ്സ് മിൽക്ക്. കരയുന്ന കുഞ്ഞിന് പാലുള്ളൂ. ടിറ്റ് ഫോർ ടാറ്റ്. ഉരുളയ്ക്കുപ്പേരി. ഗുഡ് ബൈ നീഡ്സ് നോ ബുഷ്. പൊന്നിൻ കുടത്തിന് പൊട്ട് വേണ്ട. ലുക്ക് ബിഫോർ യു ലീപ്പ് എന്ന് പറഞ്ഞാൽ ഇരുന്നിട്ടേ കാൽ നീട്ടാവൂ. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ കഴിഞ്ഞു. എല്ലാവരും നല്ല ഉഷാറായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അല്ലേ? ഇതാന്ന് പറയുമ്പോൾ മെയ്യും ജൂണും അങ്ങ് തീരും. ജൂലൈ തുടക്കം മുതൽ എക്സാമിൻ്റെ മേളം തുടങ്ങുകയാണ്. അപ്പോൾ ശരിക്കും നമുക്ക് പറഞ്ഞാൽ ഒരു 2 മാസം, ഒരു 60 ദിവസമാണ് നമുക്ക് മുന്നിലുള്ളത്. ആ 60 ദിവസം ഒന്ന് കഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ നമ്മളും എന്താകും? സർവീസിൽ നല്ല സന്തോഷത്തോടെ അടുത്ത ഓണമൊക്കെ വരുമ്പോഴേക്കും നമുക്ക് നല്ല പറയാം, നമുക്ക് സർവീസിലായി, സർക്കാർ സർവീസിൽ കയറിയെന്ന് നമുക്ക് സന്തോഷത്തോടെ പറയാൻ എല്ലാവർക്കും പറ്റട്ടെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.